നേരത്തെ വന്നാ ഓക്കെ ശരി. ഒന്നും പറയാനില്ല, പറയാനുള്ളത് വർഷയ്ക്കും അഭിജിത്തിനൊക്കെയാണ്. അതിന് എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിലൊന്നും മാത്രം കരുതി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. കൂടുതൽ വിജയം ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ മധുരം പങ്കുവയ്ക്കുകയാണ്. ഒരു കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് നാം ഇതാ കടക്കുകയാണ്. ചിന്ന ചിന്ന ആശയോടെ സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോഹരമായിട്ടുള്ള ഒരു കാവ്യമാണ് കണ്ടത് ഇവിടെ. സത്യം പറഞ്ഞ അവസാനത്തെ സീനൊക്കെ കണ്ണിന് ഇങ്ങനെ വെള്ളം വരും. ചിന്ന ചിന്ന ആസൈ എന്നുള്ള ടൈറ്റിൽ തന്നെ വളരെ ആപ്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഒരുപാട് കുഞ്ഞു 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 ആഗ്രഹങ്ങൾ കാണും. സാധിക്കാൻ പറ്റാത്ത പല ആഗ്രഹങ്ങൾ കാണും. ഇന്നത്തെ ദിവസത്തെ ഒരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടൊപ്പം സ്വന്തം മൂവി കാണാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഐ ഫീൽ സോ ബ്ലെസ്ഡ്. താങ്ക് യു സർ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. സിനിമ എന്ന് പറയുന്നത് അത് ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ലോ, ഒരു അനുഭവമായി മാറുന്ന സിനിമകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. നമ്മൾ ഒരുപാട് കാലങ്ങൾ നമ്മൾ കണ്ട പല സിനിമകളും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവില്ല. പക്ഷെ ചില സിനിമകൾ എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞു കിടക്കും. ഭയങ്കര നല്ലൊരു സിനിമ. ചില സിനിമകളൊക്കെ നമ്മള് കണ്ടു കഴിയുമ്പോ നമ്മുടെ കൂടെ വരും ചില ക്യാരക്ടേഴ്സും അതിലെ സ്ഥലങ്ങളും ഒക്കെ. പക്ഷെ ഇപ്പോ ഇതിലെ ക്യാരക്ടേഴ്സും ഈ കഥയും എന്റെ കൂടെ വരുവാണോ അതേ എന്നെ അതിലോട്ട് കൊണ്ടുപോകണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥ. ചിന്ന ചിന്ന ആശയുടെ പ്രൗഢഗംഭീരമായ വിജയം ഇതാ നാം ആഘോഷിക്കുകയാണ്. ഒരാവർത്തി കൂടി അടൂർ സർ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഓർമ്മിക്കുകയാണ്. വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു ചലച്ചിത്രം. ഇനിയും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാകട്ടെ. മലയാള ചലച്ചിത്രത്തിന്റെ ചരിത്രാധ്യായങ്ങളിൽ ഗംഭീരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാകുന്ന ഈ ഒരു ചിത്രം.